ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖില. ഇപ്പം നമ്മുടെ ചൂട് ക്ലൈമറ്റൊക്കെ മാറി എല്ലായിടത്തും മഴയൊക്കെ ആരംഭിച്ചല്ലോ. നമുക്ക് മഴയത്ത് വൈകുന്നേരം നല്ല ചൂട് കട്ടനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു പഴംപൊരിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാൻ ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ ആവശ്യമായ മാവ് തയ്യാറാക്കണം. ആ ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഞാൻ ഈ ബൗളിലേക്ക് 1 കപ്പ് മൈദ മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ പഴംപൊരിക്ക് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കണം. നല്ല മധുരമുള്ള പഴമൊക്കെ ആണെങ്കിൽ അധികം പഞ്ചസാരയൊന്നും വേണ്ട, ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് നമ്മുടെ പഴംപൊരിക്ക് നല്ലൊരു കളറ് കിട്ടാനായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഏലക്കായുടെ പൊടി ചേർത്ത് കൊടുക്കണം, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഏലക്കായുടെ ആ മണം ഇഷ്ടമില്ലാത്തവർ ചേർക്കണമെന്നില്ല. ഞാനിവിടെ ഒരു ചെറിയ സ്പൂണ് ഏലക്കായുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പഞ്ചസാരയും കൂടെ കൂട്ടി പൊടിച്ച് വെച്ച ഏലക്കായ പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ഈ മധുരം ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് അത്രയും ചേർത്ത് കൊടുക്കണ്ടു. ഞാനൊരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഇത്രയും. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യണം. വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അധികം ലൂസായിട്ടും പാടില്ല, നല്ല കട്ടിക്കും പാടില്ല. ആ രീതിക്ക് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമ്മുടെ ബാറ്റർ വേണ്ടത്. ഒരുപാട് ലൂസും ആവരുത്, ഒരുപാട് കട്ടിക്കും ആവരുത്. ഈ ഒരു രീതിക്ക് വേണം. ഇനി നമുക്കിത് ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ പഴംപൊരിക്ക് ആവശ്യമായ നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ട് വരാം. ഇതൊരു 10 മിനിറ്റോ ഒരു 15 മിനിറ്റോ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ ഈ ഒരു രീതിക്ക് നമ്മുടെ നേന്ത്രപ്പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു രീതിക്കാണ് കട്ട് ചെയ്തെടുത്തത്. പുറത്ത് നല്ല മഴയാണ്, അതിൻ്റെ ഒരു ശബ്ദം ഉണ്ടാവും, ക്ഷമിക്കണം. കണ്ടോ, ഈ ഒരു രീതിക്കാണ് കട്ട് ചെയ്യേണ്ടത്. ഞാനൊരു 3 നേന്ത്രപ്പഴം എടുത്തിരുന്നത്. ഇനി നമുക്കിത് പഴംപൊരി ഉണ്ടാക്കാൻ നോക്കാം. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി പഴംപൊരി ഉണ്ടാക്കാം. അതിനായി ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. പക്ഷെ വെളിച്ചെണ്ണയിൽ പഴംപൊരി ഉണ്ടാക്കിയെടുക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. വെളിച്ചെണ്ണ ചൂടായിനോന്ന് അറിയാൻ വേണ്ടി ഞാനൊരു നുള്ളു മാവ് ഉറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. മാവ് പൊന്തി വരുന്നുണ്ട്, അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നേന്ത്രപ്പഴത്തിൻ്റെ പീസസ് നമ്മുടെ ഈ ബാറ്ററിൽ ഇങ്ങനെ നന്നായിട്ട് മുക്കിയെടുത്തിട്ട് ഇതുപോലെ മുക്കിയെടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ പീസസും ഇട്ട് കൊടുക്കാം. നമ്മുടെ പഴംപൊരി
നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നല്ലോണം മൊരിയിച്ചെടുക്കണം. ഞാനിതിൽ സോഡാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. നമുക്കിത് അപ്പുറത്തെ സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെക്കണം കേട്ടോ. ഞാൻ ഒരു സൈഡ് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡും നല്ല ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് മൊരിയിച്ചെടുക്കാം. കരിഞ്ഞു പോവാതെ നോക്കണേ. അധികം ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ. നമ്മുടെ പഴംപൊരി ആ ഒരു മൊരിഞ്ഞ ഒരു കളർ ഉണ്ടാവില്ലേ, ആ ഒരു രീതിക്ക്. ഇതാ നമ്മുടെ പഴംപൊരി റെഡിയായി വരുന്നുണ്ട്. ഈ ഒരു കളർ കണ്ടോ, ഇടയ്ക്കൊരു ബ്രൗണും മഞ്ഞയൊക്കെ ആയിട്ട്. ഇതാണ് നല്ല ടേസ്റ്റ്, നല്ല ക്രിസ്പിനെസ്സും പിന്നെ നല്ല സോഫ്റ്റും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ ഒരു രീതിക്ക് വേണം നമ്മൾ എടുക്കാൻ. അപ്പുറം ഇപ്പുറം ഈ ഒരു രീതി ആവുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വാങ്ങി വെക്കണം, കോരിയെടുത്ത് വെക്കണം കേട്ടോ. നല്ല മധുരമുള്ള പഴമായതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. മധുരമുള്ള പഴമാണെങ്കിൽ പഞ്ചസാര ചേർക്കുന്നതിനും കുഴപ്പമില്ല കേട്ടോ. നമുക്കിനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇത് വാങ്ങി വയ്ക്കാം. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇതിൽ നിന്ന് കോരി എടുത്തിട്ടുണ്ട്. നമുക്കൊരു സർവിങ് ഡിഷിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ പഴംപൊരിയുടെ ഒരു സെറ്റ് ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്തതും കൂടെ എല്ലാം കൂടെ റെഡിയാക്കി എടുത്തിട്ട് വരാം. ചുരുണ്ട് പോവാതെ ഇട്ട് കൊടുക്കണേ. എന്നോടൊന്ന് ചുരുണ്ട് പോയി, ഞാനത് നിർത്തി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം നമുക്ക് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പഴംപൊരി ഞാനെല്ലാം റെഡിയാക്കിയിട്ട് സർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം കേട്ടോ. ബാച്ചും റെഡിയായി വരുന്നുണ്ട്. തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്ക് സർവിങ് ഡിഷിലേക്ക് ഇട്ട് കൊടുക്കാം. അവസാന ബാച്ച് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിനി എല്ലാം സർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം. ഇത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിനെസ്സും നല്ല സോഫ്റ്റും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്കൊരു ചൂട് കട്ടനും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല പുറത്ത് നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ ഇതുപോലൊരു ചൂട് കട്ടനും കൂടിയായിട്ട് ഈ പഴംപൊരി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. Thanks for watching.